വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ഭാഗമായി കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന സമ്മേളനത്തിൽ ഒറ്റവാചകത്തിൽ പ്രസംഗം ചുരുക്കി ഷാഫി പറമ്പിൽ എം.പി. ഷാഫി പറമ്പിൽ വേദിയിൽ വെച്ച് ജില്ലാ നേതാവിനോട് കയർത്തുവെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരമുണ്ട്. എന്നാൽ സമയക്കുറവ് മൂലം ഷാഫി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രസംഗം വെട്ടിച്ചുരുക്കുകയായിരുന്നുവെന്ന് നേതാക്കൾ വിശദീകരിച്ചു. ഞാൻ പ്രസംഗിക്കുന്നില്ല, ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. നൂറിൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട DCC പ്രസിഡന്റ്, ഈ ജാഥയെ, പുതുക യാത്രയെ കോഴിക്കോട്ടെ ജനാധിപത്യ മതേതര സമൂഹം നെഞ്ചിലേറ്റി മനസ്സിലേറ്റി സ്വീകരിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ പ്രമോദ് കക്കട്ടിൽ, പ്രസാദ് ഉടുമ്പിശ്ശേരിയുണ്ട് വിവരങ്ങളുമായി. പ്രസാദ്, കുറ്റ്യാടിയിലെ പരിപാടിയിൽ ഷാഫിക്ക് നീരസം എന്നൊക്കെ നവമാധ്യമങ്ങളിൽ പ്രചാരണമുണ്ട്. സത്യത്തിൽ കുറ്റ്യാടിയിലെ സ്വീകരണ ചടങ്ങിൽ എന്താണ് സംഭവിച്ചത്? സരിക, കുറ്റ്യാടിയിലെ കോഴിക്കോട് ജില്ലയിലെ വി.ഡി. സതീശന്റെ ജാഥയുടെ ആദ്യത്തെ സ്വീകരണം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് സ്വീകരണം സമയം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പരിപാടി തുടങ്ങിയപ്പോൾ 11:30യോളം സമയമായി. ഏറെക്കുറെ അത് വൈകിയാണ് തുടങ്ങിയത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വേദിയിലെത്തിയ സമയത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കട്ടെ എന്നതായിരുന്നു നേതാക്കൾ പറഞ്ഞിരുന്നത്. അതിനിടയിൽ സദസ്സിൽ നിന്നും ഷാഫി പറമ്പിൽ പ്രസംഗിക്കണമെന്ന് വലിയ തോതിൽ ആവശ്യമുയർന്നു. ഈ സമയത്ത് അധ്യക്ഷനായിരുന്ന പ്രമോദ് കക്കട്ടിലും പിന്നീട് അവിടെ കുറ്റ്യാടി മുൻ MLA ആയിട്ടുള്ള അബ്ദുള്ള പാറക്കൽ അബ്ദുള്ളയും ഷാഫി പറമ്പിലിനെ ഈ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് ഷാഫി പറമ്പിൽ പ്രസംഗിക്കാനില്ല എന്ന് പറയുകയും വീണ്ടും അദ്ദേഹം മൈക്കിനടുത്തേക്ക് പോകുന്ന പ്രമോദ് കക്കട്ടിലിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ ഷാഫി പറമ്പിൽ കോൺഗ്രസ് നേതാവിനെ തടഞ്ഞു നിർത്തി തന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കാത്തതിന്റെ പേരിൽ കയർത്തു എന്ന രീതിയിൽ പ്രചരിക്കുന്നത്. വലിയ തോതിലുള്ള വിമർശനം ഷാഫി പറമ്പിലിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. കോൺഗ്രസ് വിശദീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിലിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വേണ്ടിയാണ് ആളുകൾ ആവശ്യപ്പെട്ടത്, സദസ്സ് ആവശ്യപ്പെട്ടത്. അതിനനുസരിച്ചാണ് ജില്ലാ അധ്യക്ഷൻ പ്രസംഗിക്കാൻ ക്ഷണിച്ചത് എന്നുള്ളതാണ്. അതായത് വി.ഡി. സതീശൻ പ്രസംഗിച്ചതിന് ശേഷം 1 മിനിറ്റ് മാത്രമാണ്, അതായത് ഷാഫി പറമ്പിലും DCC പ്രസിഡന്റും ഒരു വാചകത്തിൽ മാത്രമാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. പിന്നീട് വടകരയിലും പേരാമ്പ്രയിലും അവരുടെ സ്വീകരണമുണ്ട്. വടകരയിലെ ജാഥയുടെ ഉദ്ഘാടനം ഷാഫി പറമ്പിലാണ്. അതുകൊണ്ടുകൂടി ഷാഫി പറമ്പിൽ പറയുന്നത് താൻ വടകരയിൽ ഉദ്ഘാടനം നടത്താനുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് കുറ്റ്യാടിയിൽ പ്രസംഗിക്കേണ്ട എന്ന് നിശ്ചയിച്ചതെന്നുകൂടി ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നു. ശരി, വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിവരങ്ങളുമായി ചേർന്നത്.